Assalamu alaikum. Hello dear students. So in the last class we have discussed about growing crystals. Okay. So today we are going to learn about the classification of mixtures. Okay. So classification of mixtures. നമ്മൾ മിക്സ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് മിക്സ്ചേഴ്സ്. സോ മിക്സ്ചേഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. മിക്സ്ചേഴ്സ് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? മിക്സ്ചേഴ്സ് എന്താണെന്നുള്ളത് in the first lesson we have learned about mixtures. Okay, so mixtures are of two types: homogeneous mixtures and heterogeneous mixtures. The first one is homogeneous mixtures and heterogeneous mixtures. അപ്പോൾ രണ്ട് തരം mixtures ആണുള്ളത്. There are two types of mixtures: homogeneous mixtures and heterogeneous mixtures. Okay, so if the composition of the constituent is the same throughout the mixture, it is known as homogeneous mixtures. Homo എന്ന് പറഞ്ഞാൽ എന്താ? What is the meaning of the word homo? Homo എന്ന് പറഞ്ഞാൽ സെയിം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, what is mean by homo? Homo എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഇപ്പം നമ്മൾ ഷുഗർ, ഇഫ് യു കൺസിഡർ ദ ഷുഗർ സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഷുഗർ സൊല്യൂഷനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഷുഗർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? അപ്പം അങ്ങനെയുള്ള സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ കോമ്പോസിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഈസ് സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചേഴ്സ് ഈസ് നോൺ ആസ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. സെയിം ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നു. എക്സാമ്പിളാണ് എല്ലാ സൊല്യൂഷൻസും എന്താണ്? ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സേഴ്സ്. എല്ലാ സൊല്യൂഷൻസും എന്താണ്? സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വാട്ടറുമായിട്ട് മിക്സപ്പ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ വാട്ടർ മാത്രമല്ല നമ്മൾ സൊല്യൂഷൻസിൻ്റെ ഒക്കെ പറഞ്ഞു. എയർ എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പോഴേ സൊല്യൂഷൻസ് എല്ലാം എന്താണ്? മിക്സ്ചേഴ്സ് ആണ്. ഓക്കെ, ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ്. വെറും മിക്സ്ചേഴ്സ് അല്ല, ഹോമോജീനിയസ് മിക്സേഴ്സ്. എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ. എയറിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. എയർ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും വാട്ടറുമായിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ എന്നുള്ളത്. അങ്ങനെയുള്ള മാത്രമല്ല, എയറൊക്കെ എന്താണ്? സൊല്യൂഷൻസ് ആണ്. ദെൻ ഓർണമെൻ്റൽ ഗോൾഡ്, ഇതൊക്കെ എന്താണ്? സൊല്യൂഷൻസ് ആണ്. ഇതെല്ലാം ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ, എയർ, ഓർണമെൻ്റൽ ഗോൾഡ്. ഇൻ പേജ് നമ്പർ 169 in your textbook you can see the examples and what is homogeneous mixtures. So then എന്താണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. അപ്പോൾ ഹെട്രോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഹെട്രോട്രോഫ്സ്, ഓട്ടോട്രോഫ്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ ഉള്ള ഒരു ഹെറ്ററോ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെൻ്റ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഹെട്രോ മീൻസ് വാട്ട്? ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ്. ഓക്കെ, ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂവൻസ്, കമ്പോണൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദ കമ്പോണൻസ് ഇൻ മിക്സ്ചർ ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി. ഒരുപോലെയല്ല, യൂണിഫോം. നമ്മൾ ഷുഗർ സൊല്യൂഷനും സോൾട്ട് സൊല്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് വാട്ടറും കാണും, ഷുഗറിൻ്റെ ആ കണ്ടൻറ്റ് മാത്രമേ അതിൽ കാണത്തുള്ളൂ. ഇപ്പം നമ്മൾ സോൾട്ട് സൊല്യൂഷൻ എടുക്കുകയാണെന്ന്, ഇഫ് യു കൺസിഡർ സോൾട്ട് സൊല്യൂഷൻ, ദർ ഈസ് ഓൺലി സോൾട്ട്, ദ കമ്പോണൻസ് ഓഫ് സോൾട്ട് ഓൺലി പ്രസൻറ്റ് ദെയർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സോൾട്ടിൻ്റെ കമ്പോണൻസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ അല്ലേ? അപ്പോൾ അത് ലൈക്ക് ദാറ്റ് എന്താണ്? അതുപോലെ അപ്പോൾ അതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹെട്രോ? ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ് അല്ലേ? ഹെട്രോ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് ദ കമ്പോണൻസ് in a mixture is not distributed uniformly, it is known as heterogeneous mixtures. അങ്ങനെ യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത മിക്സ്ചേഴ്സിനെയാണ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മിക്സ്ചർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. അതായത് ഒരു മിക്സ്ചറിനകത്ത് നമ്മളിപ്പോൾ ഷുഗർ സൊല്യൂഷൻ പറഞ്ഞല്ലോ. ഷുഗർ സൊല്യൂഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? വാട്ട് ഈസ് ദ എക്സാമ്പിൾ? സോ ഷുഗർ സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അവിടെ ഷുഗർ എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ഇനി നമ്മൾ പിന്നെന്താണ്, നമ്മൾ വേറൊരു കൺസിഡർ എന്താണ് സോൾട്ട് ആൻഡ് സാൻഡ്, അതായത് സോൾട്ടും സാൻഡും ഉള്ള ഒരു മിക്സ്ചർ. അവിടെ സോൾട്ടും സാൻഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉണ്ട്? സോൾട്ടും ഉണ്ട്, സാൻഡും ഉണ്ട്. അപ്പോൾ അത് ഡിഫറെൻ്റ് അല്ലേ? അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെ നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നു, ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ലൈക്ക് ദാറ്റ്സ് മഡി വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്ത് കാണും? മഡിനകത്ത് തന്നെ പല പല കമ്പോണൻസ് കാണത്തില്ലേ? അപ്പോൾ മഡി വാട്ടറൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ,
ഇപ്പോൾ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് കെറോസിൻ, ഇപ്പോൾ വാട്ടറും കെറോസിനും കൂടെ ഒരു മിക്സ്ചർ, അതിനകത്ത് വാട്ടറും ഉണ്ട് കെറോസിനും ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അതിനകത്ത് ഡിഫറെൻറ്റ് കമ്പോണൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ന് പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കമ്പോണൻസിനെ കുറിച്ച് പഠിച്ചു, ഏതൊക്കെയാണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഹോമോജീനിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഹോമോജീനിയസ്. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ്. ഓക്കെ, സോ ദെൻ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് കൊളോയിഡ്, എന്താണ് സസ്പെൻഷൻ. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഹോമോജീനിയസ് മിക്സ്ചേഴ്സും ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ്. ഓക്കെ, സോ ദെൻ വി ആർ ഗോയിങ് ടു ലേൺ true solution, colloid and suspension. Okay, true solution, colloid and suspension. Okay, so എന്താണ് true solution, എന്താണ് colloid, എന്താണ് suspension. Okay, അപ്പോൾ നമുക്ക് അതിന് 3 എക്സാമ്പിൾസ് എഴുതാം. എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് മിക്സ്ചേഴ്സ്, എന്താണ് പിന്നെ സസ്പെൻഷൻ എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ട്രൂ സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. ദെൻ കൊളോയിഡിനൊരു എക്സാമ്പിളാണ് മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മിൽക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, മീൻസ് ഒരു എക്സാമ്പിളേ ഇപ്പോൾ പറയുന്നുള്ളൂ. സസ്പെൻഷൻ എക്സാമ്പിൾ മഡി വാട്ടർ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് കൊളോയിഡ്, എന്താണ് സസ്പെൻഷൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ട്രൂ സൊല്യൂഷൻ ഈസ് ദ ഷുഗർ സൊല്യൂഷൻ. ഇത് എക്സാമ്പിളാണ് കേട്ടോ, ഇത് എക്സാമ്പിൾസ് ഓരോ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് മിസ് എഴുതിയേക്കുന്നത്. ട്രൂ സൊല്യൂഷൻ ഷുഗർ സൊല്യൂഷൻ, കൊളോയിഡിൻ്റെ എക്സാമ്പിളാണ് മിൽക്ക്, സസ്പെൻഷൻ മഡി വാട്ടർ. ഓക്കെ, സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അതിന് മുന്നേറ്റൊരു എക്സ്പെരിമെൻറ്റ്സ് പറയുന്നുണ്ട്. Take equal amounts of water in 3 separate beakers. Okay, 3 separate beakers എടുക്കുക, അതിൽ 3ലും ഈക്വൽ എമൗണ്ട് വാട്ടർ ഒരുപോലെ എടുക്കാം. ഓക്കെ, ആഡ് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽ ഇൻ ദ ഫസ്റ്റ്. അപ്പോൾ 3 ബീക്കേഴ്സ് നമ്മൾ എടുക്കുന്നു. വി കൺസിഡർ 3 beakers. ഓക്കെ, സോ വി കൺസിഡർ 3 beakers. ഇൻ ദ ഫസ്റ്റ് ഇൻ 3 beakers വി ടേക്ക് ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ. എല്ലാ ബീക്കേഴ്സിലും എന്താണ്, ഈക്വൽ എമൗണ്ട് വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പം 3 ബീക്കേഴ്സിലും ഈക്വൽ എമൗണ്ട് വാട്ടർ എടുത്തു. എന്നിട്ട് ഇൻ ദ ഫസ്റ്റ് ബീക്കർ വി ആഡ് കോപ്പർ സൾഫേറ്റ്. ഫസ്റ്റിൽ COSO4 എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണേ. അപ്പോൾ ഫസ്റ്റിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു, കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇൻ ദ ഫസ്റ്റ് ബീക്കർ വി ആഡ് കോപ്പർ സൾഫേറ്റ് പ്ലസ് വാട്ടർ. ഇൻ ദ സെക്കൻഡ് വൺ വി ആഡ് മിൽക്ക്. സെക്കൻഡിൽ നമ്മൾ എന്ത് ആഡ് ചെയ്തു, മിൽക്ക് ആഡ് ചെയ്തു. ആൻഡ് ഇൻ ദ തേർഡിൽ നമ്മൾ ചോക്ക് പൗഡർ. ഓക്കെ, വി ആഡ് chalk powder. So 3 beakers എടുക്കുന്നു. In 3 beakers we take equal amount of water. നമ്മൾ 3ൽ എന്തെടുക്കുന്നു, ഈക്വൽ എമൗണ്ട് വാട്ടർ എടുക്കുന്നു. എന്നിട്ട് 1ൽ കോപ്പർ സൾഫേറ്റ്, 1ൽ മിൽക്ക്, 1ൽ ചോക്ക് പൗഡർ. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ 3 ബീക്കേഴ്സും കൺസിഡർ ചെയ്യുന്നു. 3 ബീക്കേഴ്സും കൺസിഡർ ചെയ്യുമ്പം ഇൻ വിച്ച് ഓഫ് ദിസ് ബീക്കേഴ്സ് ഡിഡ് ദ സബ്സ്റ്റൻസ് സെറ്റിൽ ഡൗൺ. ഇതിനകത്ത് ഏതിനായിരിക്കും കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്തതിനകത്ത് അത് സെറ്റിൽ ചെയ്യുമോ, മിൽക്ക് ആഡ് ചെയ്തതിനകത്ത് അത് സെറ്റിൽ ചെയ്യുമോ. ഇൻ 3ാമത്തെ ബീക്കറിൽ നമ്മൾ ചോക്ക് പൗഡർ വാട്ടറും അല്ലേ എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യും, 3ാമത്തെ ബീക്കറിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സ് സെയിം ക്വസ്റ്റ്യൻ ഈസ് ദെയർ. സോ ഇൻ ദ തേർഡ് ബീക്കർ ദർ ഈസ് ചോക്ക് പൗഡർ. വി ആഡ് ചോക്ക് പൗഡർ. അപ്പോൾ ചോക്ക് പൗഡർ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സെറ്റിൽ ചെയ്യും അല്ലേ. 3ാമത്തേനകത്താണ് അത് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ വിച്ച് മിക്സ്ചർ ഇൻ ദിസ് ബീക്കേഴ്സ് ഹാസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ സൈസ്. അതായത് ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഉള്ള ഇതിനകത്ത് 1ാമത്തേനകത്താണ് അല്ലേ, കോപ്പർ സൾഫേറ്റ് എടുത്തതിനകത്താണ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ളത്. ഇനി ഫസ്റ്റ് ബീക്കറിലാണ്. ഓക്കെ, സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി നിങ്ങൾ ഒരു ആക്ടിവിറ്റി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ
നമ്മൾ കൊളോയിഡ് എടുക്കുന്നു, ട്രൂ സൊല്യൂഷൻ എടുക്കുന്നു, കൊളോയിഡ് എടുക്കുന്നു, സസ്പെൻഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പം ട്രൂ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷുഗർ സൊല്യൂഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു, കൊളോയിഡ് എന്ന് പറയുമ്പോൾ അത് മിൽക്ക് ആണെന്ന് പറഞ്ഞു, സസ്പെൻഷൻ എന്ന് പറയുന്നത് മഡി വാട്ടർ ആണെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഏതൊരു എക്സാമ്പിൾ തന്നാലും എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് കൊളോയിഡ്, എന്താണ് സസ്പെൻഷൻ, ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മിസ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അതിന് മുന്നായിട്ട്. സോ നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂഷൻ എടുക്കുന്നു, കൊളോയിഡ് എടുക്കുന്നു, സസ്പെൻഷൻ എടുക്കുന്നു. ഓക്കെ, അപ്പം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ, സംശയമൊന്നുമില്ല. കൊളോയിഡ് എന്ന് പറയുമ്പോൾ മിൽക്ക് പോലെ ഇരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഈ മഡി വാട്ടർ എന്തിൻ്റെങ്കിലും രണ്ടിൻ്റെ മിക്സ്ചേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും സസ്പെൻഷൻ. ഇത് ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന അടിയുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സസ്പെൻഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ മൂന്നിലും ചെയ്യുന്നുണ്ട്, കൊളോയിഡിലും സൊല്യൂഷനിലും കൊളോയിഡും സസ്പെൻഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 3 ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫിൽറ്ററിങ് യൂസിങ് എ ഫിൽറ്റർ പേപ്പർ. ഒരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഷുഗർ സൊല്യൂഷനാണ്. ഷുഗർ സൊല്യൂഷൻ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോടെ? കാരണം നമ്മൾ വാട്ടറിനകത്തോട്ട് ഷുഗർ ഇട്ട് കഴിയുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, അതങ്ങ് അതിനകത്ത് സെഡിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ, നന്നായിട്ട് അതിനകത്ത് എന്ത് ചെയ്യും, അതങ്ങ് സോലുബിളായിട്ട് പോകും അത്. പിന്നെ അതിനകത്തുനിന്ന് ഷുഗറിനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ സൊല്യൂഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ കൊളോയിഡ്, മിൽക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല, മിൽക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൊളോയിഡിന് എക്സാമ്പിളാണ് മിൽക്ക് എന്ന് പറയുന്നത്. കൊളോയിഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിൽറ്റർ ചെയ്യാൻ പറ്റില്ല. ദെൻ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിൽട്രേഷനിലൂടെ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മഡി വാട്ടറും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റർ ചെയ്ത് എന്ത് ചെയ്യാം, മഡിനെ മാറ്റാം അല്ലേ. അപ്പം അങ്ങനെ നമുക്കതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നത് ഒന്നേ ഉള്ളൂ, ഏതാണ്, സസ്പെൻഷനാണ് ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നത്. ദെൻ ഇനി നമ്മൾ അതിലേക്കൂടെ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുന്നു. നമ്മൾ സൊല്യൂഷനിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നു, കൊളോയിഡിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യിപ്പിക്കുന്നു, ആൻഡ് സെയിം ഇൻ ദ സസ്പെൻഷൻ ഓൾസോ. സസ്പെൻഷനിൽ നമ്മൾ ലൈറ്റ് പാസ് ചെയ്യുന്നു. അപ്പോൾ എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സൊല്യൂഷനിലൂടെ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ പാസ് ചെയ്യിപ്പിക്കുന്നു. അപ്പം എന്തില്ല, അവിടെ നമ്മൾ ടോർച്ചാണ് അടിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാത്ത് അവിടെ വിസിബിൾ ആവില്ല. ഷുഗർ സൊല്യൂഷനിൽ ഒരിക്കലും പാത്ത് വിസിബിൾ ആവില്ല. അപ്പോൾ അതായത് സൊല്യൂഷനിൽ എന്താണ്, ലൈറ്റിൻ്റെ പാത്ത് വിസിബിൾ അല്ല. ഓക്കെ, ദെൻ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ. കൊളോയിഡിലാണെന്നുണ്ടെങ്കിൽ മിൽക്കിലൂടെയാണ് നമ്മൾ ലൈറ്റ് അടിച്ചു. നിങ്ങൾ വീട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഒരു ഗ്ലാസ് ടംബ്ലറിലോ എന്തെങ്കിലും എടുത്ത് മിൽക്ക് എടുത്ത് വെച്ചിട്ട് അതിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോയാലും എന്ത് ചെയ്യത്തില്ല, അതിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോവില്ല. ഓക്കെ, ദെൻ സസ്പെൻഷനിലും ഓൾസോ ലൈറ്റ് ഈസ് നോട്ട് പാസ്ഡ്. ലൈറ്റ് എന്ത് ചെയ്യില്ല, പാസ് ചെയ്ത് പോകത്തില്ല. സോ കൊളോയിഡിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, കൊളോയിഡിൻ്റെ പറഞ്ഞപ്പം എന്താണ്, കൊളോയിഡിൻ്റെ പാത്ത് എന്ന് പറഞ്ഞാൽ വിസിബിളാണ്, കൊളോയിഡിൽ വിസിബിളാണ്. അപ്പം നമ്മൾ മിൽക്കിലൂടെ നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പാത്ത് വിസിബിളാണ്. അതായത് കൊളോയിഡിൽ പാത്ത് വിസിബിളാണ്, പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ കൊളോയിഡിൽ എന്താണ്, പാത്ത് വിസിബിളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ സസ്പെൻഷനിൽ ലൈറ്റ് ഈസ് നോട്ട് പാസ്ഡ് ത്രൂ. അപ്പോൾ സസ്പെൻഷനിൽ എന്ത് ചെയ്യില്ല, ലൈറ്റ് പാസ് ചെയ്യില്ല. അതുപോലെ സൊല്യൂഷനിൽ എന്ത് ചെയ്യത്തില്ല, പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. അപ്പോൾ വിസിബിൾ ആവുന്നത് എന്തിൽ മാത്രമേ ഉള്ളൂ, കൊളോയിഡിൽ മാത്രമേ എന്തുള്ളൂ, പാത്ത് വിസിബിൾ ഉള്ളൂ. അത് പറയുമ്പോൾ നമ്മൾ നോട്ട് വിസിബിൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് മനസ്സിലാക്കുക. കൊളോയിഡ് പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ. കൊളോയിഡിൽ അല്ലെങ്കിൽ മിൽക്കിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, മിൽക്ക് എക്സാമ്പിളാണ്, കുറേ എക്സാമ്പിൾസ് ഉണ്ട്, ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ മിൽക്കിലൂടെ നമ്മൾ അല്ലെങ്കിൽ കൊളോയിഡിലൂടെ നമ്മൾ ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇൻ കൊളോയിഡ് പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ. നോട്ട് വിസിബിൾ അല്ല, നോട്ട് വിസിബിൾ എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പം വിസിബിൾ ആണ്. ഓക്കെ, വിസിബിൾ ആണ്, നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ അതിൻ്റെ ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ദെൻ കീപ്പ് ഇറ്റ് അൺഡിസ്റ്റർബ്ഡ്. അതിനെ കുറച്ച് നേരം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുന്നു, 3നെ. അപ്പം അതായത് നമ്മൾ സൊല്യൂഷനെ എടുത്ത് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് നേരം വെച്ചേക്കുന്നു, കൊളോയിഡിനെ എടുത്തിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതെ കുറച്ച് നേരം വെച്ചേക്കുന്നു, സസ്പെൻഷനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കുന്നു. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ദെയർ, what is the result there? എന്തായിരിക്കും അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്? സോ ദ റിസൾട്ട് ഈസ് ദാറ്റ് ഇൻ സൊല്യൂഷൻ പാർട്ടിക്കിൾ ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ നമ്മൾ എടുക്കുന്നു, നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഓരോന്നും പറയുന്നത്. ഇഫ് യു കൺസിഡർ ദ ഷുഗർ സൊല്യൂഷനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഷുഗർ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ദ ഷുഗർ ഇൻ ദ ഷുഗർ സൊല്യൂഷൻ ഇസ് സോലുബിൾ ആയി കഴിഞ്ഞു. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് സെറ്റിൽ അല്ലേ, സെറ്റിൽ അല്ല, എന്താണ്, അത് സെറ്റിൽ ചെയ്യില്ല. ഓക്കെ, സോ പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. ദെൻ കൊളോയിഡിലും അല്ലേ, മിൽക്കിനകത്ത് എന്തുവാണ് സെറ്റിൽ ചെയ്യാനുള്ള, ഒന്നുമില്ല. അപ്പം മിൽക്ക് എക്സാമ്പിളാണ്, നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തില്ല, അവിടെയും ഒന്നും സെറ്റിൽ ആവത്തില്ല, അവിടെ അടിഞ്ഞോ, മിൽക്ക് പോയി അടിഞ്ഞിട്ട് വെള്ളം മേളിൽ നിൽക്കുകയില്ല.
ദെൻ സസ്പെൻഷനിൽ പക്ഷേ എന്ത് ചെയ്യും, അവിടെ സെറ്റിൽ ചെയ്യും. കാരണം നമ്മൾ മഡി വാട്ടർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻസ് എടുക്കുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും, മഡ് നന്നായിട്ട് എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. ഓക്കെ, സോ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താ, അപ്പോൾ സൊല്യൂഷൻസ് മനസ്സിലായല്ലോ. സോ hope you have understand what is solution, what is colloid and what is suspension. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ മിസ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലായി. ദെൻ കൊളോയിഡ്, തേർഡ് വൺ സസ്പെൻഷൻ്റെ ക്യാരക്ടേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് നോക്കാം. സൊല്യൂഷൻ്റെ ഫസ്റ്റ് ക്യാരക്ടർ എന്തായിരുന്നു മിസ് പറഞ്ഞത്, ഫിൽട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. ഫിൽട്ടറിങ്. ഓക്കെ, ഫിൽട്ടറിങ് എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? ഇറ്റ് പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ ഫിൽട്രേഷനിലൂടെ നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കൊളോയിഡിലോ, ഇൻ കൊളോയിഡ്, വാട്ട് അബൌട്ട് കൊളോയിഡ് മിൽക്കിനകത്ത് നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ? കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഫിൽട്രേഷനിലൂടെ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സസ്പെൻഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, അതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരാം. പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് ഓഫ് ബീം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിലൂടെ പാസ് ചെയ്യിപ്പിക്കുന്നു. ദെൻ പാത്ത് ഓഫ് ദ ബീം ഈസ് നോട്ട് വിസിബിൾ ആണ്. ഇവിടെ സൊല്യൂഷനിൽ നമ്മൾ നോട്ട് വിസിബിൾ ആണ്. പാത്ത് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് നോട്ട് വിസിബിൾ. ഓക്കെ, നോട്ട് വിസിബിൾ. വാട്ട് അബൌട്ട് കൊളോയിഡിലാണ് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത. അപ്പോൾ ഇൻ പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ, ഇവിടെ വിസിബിൾ ആണ്. ഓക്കെ, പാത്ത് ഓഫ് ദ ലൈറ്റ് ബീം ഈസ് വിസിബിൾ, ഇവിടെയും നോട്ട് വിസിബിൾ. ഇൻ സസ്പെൻഷൻ ഓൾസോ ദർ ഈസ് നോട്ട് വിസിബിൾ. ദ പാത്ത് ഓഫ് ലൈറ്റ് ഇസ് നോട്ട് വിസിബിൾ. പാത്ത് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് എന്തല്ല, അവിടെ വിസിബിൾ അല്ല. ഓക്കെ, പാത്ത് ഓഫ് ദ ലൈറ്റ് ഈസ് നോട്ട് പാസ്ഡ് ത്രൂ. ഇതിൻ്റെ കൂടെ സസ്പെൻഷനിലൂടെ ലൈറ്റ് എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്യുന്നില്ല. ഓക്കെ, തേർഡ് എക്സാമ്പിൾ നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുന്നു. അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുമ്പോൾ ഇവിടെ സെറ്റിൽ ചെയ്യോ? ഇല്ല അല്ലേ. സൊല്യൂഷനിൽ എന്താ, അതിനകത്ത് ഓൾറെഡി ഷുഗർ, ഇപ്പോൾ ഷുഗർ സൊല്യൂഷനാണ്, സോൾട്ട് സൊല്യൂഷൻ ആണെങ്കിലും അവിടെ ഷുഗർ ആയാലും സോൾട്ട് ആയാലും എന്ത് ചെയ്യും, അവിടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പം നോട്ട് സെറ്റിൽ. കൊളോയിഡിലും എന്തില്ല, നോട്ട് സെറ്റിൽ. മിൽക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെറ്റിൽ ചെയ്യോ? ഇല്ല. സോ സസ്പെൻഷനിൽ ഇപ്പോൾ മഡി വാട്ടറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെയുള്ള മിക്സ്ചേഴ്സോ എടുക്കുന്നെങ്കിൽ അവിടെ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ഫോർ എ ലോങ് ടൈം, ദെൻ ഇൻ സസ്പെൻഷൻ ഇറ്റ് ഈസ് സെറ്റിൽ ഡൗൺ. സസ്പെൻഷനിൽ എന്ത് ചെയ്യും, അത് സെറ്റിൽ ചെയ്യും. ഓക്കെ, സോ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്, വാട്ട് ഈസ് കൊളോയിഡ്, വാട്ട് ഈസ് സസ്പെൻഷൻ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് തരും, എക്സാമിന് കുറേ എക്സാമ്പിൾസ് തരും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് വി ക്യാൻ കൺസിഡർ സം ഓഫ് ദ എക്സാമ്പിൾസ്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ ചോദിക്കും. സൊല്യൂഷൻ, സസ്പെൻഷൻ, ദെൻ കൊളോയിഡ്. ഓക്കെ, സോ യു ഹാവ് ഗിവൺ സം ഓഫ് ദ എക്സാമ്പിൾസ് റിലേറ്റഡ് വിത്ത് കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ ആൻഡ് ഇൻ ദ എക്സാം ദേ വിൽ ആസ്ക് ഫോർ ടു ക്ലാസിഫൈ ദാറ്റ്. ഓക്കെ, അത് ക്ലാസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. ഇപ്പോൾ എക്സാമ്പിൾസ് കുറച്ച് വി ക്യാൻ ഇവാലുവേറ്റ് ദ ഫോളോവിങ് മിക്സ്ചേഴ്സ്. ഓക്കെ, ഇങ്ക്, മഡി വാട്ടർ, then muddy water. Okay, then atmospheric air. ഈ ATM എയർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. അറ്റ്മോസ്ഫിയറിക് എയർ, ദെൻ മിൽക്ക്, ഷുഗർ സൊല്യൂഷൻ, then another example, dilute rice water. കഞ്ഞിവെള്ളം എന്ന് പറയത്തില്ലേ, ഡൈല്യൂട്ട് റൈസ് വാട്ടർ. ഇത്ര എക്സാമ്പിൾസ് ആണ് തന്നേക്കുന്നത്. സോ ഫ്രം ദിസ് എക്സാമ്പിൾ വി സെലക്ട് സൊല്യൂഷൻ, ദെൻ കൊളോയിഡ്, സസ്പെൻഷൻ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് തന്നിട്ട് ഇങ്ങനെ ചോദിക്കും. അല്ലാതെ എന്താണ് കൊളോയിഡ്, എന്താണ് സസ്പെൻഷൻ, വാട്ട് ഈസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കില്ല. സോ ഇതിൽ നിന്ന് സൊല്യൂഷൻ ഏതാണ്, ദെൻ കൊളോയിഡ് ഏതാണ്, സസ്പെൻഷൻ ഏതാണെന്ന് ക്ലാസിഫൈ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഷുഗർ സൊല്യൂഷൻ അല്ലേ, ഷുഗർ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ സൊല്യൂഷൻ ആയിട്ടുള്ളത്, ട്രൂ സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഷുഗർ സൊല്യൂഷൻ ട്രൂ സൊല്യൂഷൻ ആണേ.
ദെൻ കൊളോയിഡിന് എക്സാമ്പിൾ ഏതൊക്കെയുണ്ട് ഇതിനകത്ത്? ഡൈല്യൂട്ട് റൈസ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡാണ്. ഡൈല്യൂട്ട് ചെയ്ത റൈസ് വാട്ടർ. ദെൻ മിൽക്ക്, പിന്നെ ഏതുണ്ട്? ഡൈല്യൂട്ട് റൈസ് വാട്ടർ, മിൽക്ക്, പിന്നെ ഇങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ക് ഈസ് ആൻ ഓൾസോ എക്സാമ്പിൾ ഫോർ കൊളോയിഡ്. ഇങ്ക് എന്ന് പറയുന്നതും കൊളോയിഡിന് എക്സാമ്പിളാണ്. സോ വാട്ട് ആർ ദ എക്സാമ്പിൾസ് ഫോർ സസ്പെൻഷന് ഒരു എക്സാമ്പിളേ ഉള്ളൂ അല്ലേ? മഡി വാട്ടർ. സസ്പെൻഷൻ എക്സാമ്പിൾ ഏതാണ്? മഡി വാട്ടർ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നാൽ അതിനെ അറിയാമല്ലോ. ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇപ്പം in this chapter there only one portion exists, that is a soft drinks എന്ന് പറയുന്ന പോർഷൻ അവിടെ ഉണ്ട്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് ദ soft drinks. Now we can wind up. Thank you. Assalamu alaikum.